പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം 8-ാം വാക്യം, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്ന, നമ്മെക്കുറിച്ച് പദ്ധതിയുള്ള ഒരു കർത്താവിനെ അത്രേ നാം ഇന്ന് പകൽക്കാലവും വിളിച്ചപേക്ഷിക്കുന്നത്. നാം നമ്മെക്കുറിച്ച് വിചാരിക്കുന്നതിലും അധികം നമ്മെ കരുതുന്ന, നമ്മെക്കുറിച്ച് പദ്ധതിയുള്ള ഒരു കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. പ്രവാചകനായ യെശയ്യാവ് പറയുന്നു, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ വിചാരങ്ങൾ ഉന്നതമായ വിചാരങ്ങളാണ്, ഉയർന്ന വിചാരങ്ങളാണ്. ഹല്ലേലൂയ. നാം കണക്ക് കൂട്ടുന്നതിനെക്കാട്ടിലും വലുതായി നമ്മെക്കുറിച്ച് അവനൊരു പദ്ധതിയുണ്ട്, അവനൊരു വിചാരമുണ്ട്. സങ്കീർത്തനക്കാരൻ യഹോവയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഞാൻ എളിയവനും ദരിദ്രനുമാണ്, എങ്കിലും എൻ്റെ കർത്താവ് എന്നെക്കുറിച്ച് വിചാരിക്കുന്നു. എൻ്റെ കർത്താവ് എന്നെക്കുറിച്ച് വിചാരിക്കുന്നത് കൊണ്ട് അവൻ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാണ്. ഹല്ലേലൂയ. ഈ രാവിലെ സമയത്ത് നമുക്കും ധൈര്യത്തോടെ പറയാം, ഞാൻ എളിയവനായിരിക്കാം, ദരിദ്രനായിരിക്കാം, സമൂഹത്തിൽ ചെറിയ മനുഷ്യനായിരിക്കാം, എങ്കിലും എന്നെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. മനുഷ്യർ വിചാരപ്പെടുന്നതിനെക്കാട്ടിലും അധികമായി, മനുഷ്യർ ചിന്തിക്കുന്നതിലും അധികമായി എന്നെക്കുറിച്ച് ഉന്നതമായി ചിന്തിക്കുന്ന, ഉയർന്ന ചിന്താഗതിയുള്ള ഒരു ദൈവമുണ്ട്. ഒരിക്കൽ ശിഷ്യന്മാർ പടകിൽ അക്കരയ്ക്ക് കടന്നു പോകുമ്പോൾ ആ തിബിരിയാസ് കടലിൽ കാറ്റടിച്ചു, ഓളമടിച്ചു, പടക് മുങ്ങുമോറോളമായി വെള്ളം അതിൽ കയറി. ഹല്ലേലൂയ. വെള്ളം അടിച്ച് ഉലഞ്ഞ് ഹല്ലേലൂയ പടക് തകരുമെന്ന് തോന്നിയ സമയത്ത് അവർ യേശുവിനെ ഉണർത്തി. കർത്താവേ, നിനക്ക് ഞങ്ങളെക്കുറിച്ച് വിചാരമില്ലയോ, നിനക്ക് ഞങ്ങളെക്കുറിച്ച് ഒരു വിചാരമില്ലയോ എന്ന് ചോദിച്ച് യേശുവിനെ തട്ടി ഉണർത്തി. ഇന്ന് പകൽക്കാലവും ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ നീ യേശുവിനെ തട്ടി ഉണർത്തി അങ്ങനെ ചോദിക്കുമ്പോൾ യേശു നിന്നോട് ഒന്ന് പറയും, നിന്നെക്കുറിച്ച് ഉന്നതമായ വിചാരം എനിക്കുണ്ട്. നിന്നെ വഴിയിൽ മുക്കിക്കളയാനല്ല ഞാൻ കൊണ്ടുവന്നത്, അക്കരെ എത്തിക്കുവോളം സൂക്ഷിപ്പാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. നമ്മുടെ കർത്താവിന് നമ്മെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. നമ്മെക്കൊണ്ട് അവൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിപ്പാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. വഴിയിൽ മുങ്ങിപ്പോയാൽ നാം എങ്ങനെ യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കും? വഴിയിൽ മുക്കിക്കളയാനല്ല യേശു നമ്മെ കൊണ്ടുവന്നത്. ഓളവും തിരമാലകളും എതിരെ വരുമ്പോൾ ഒരു കാര്യം ഓർത്തോ, അവിടെ ദൈവ മഹത്വം വെളിപ്പെടും, നിശ്ചയമായി ദൈവപ്രവൃത്തി വെളിപ്പെടും. 40-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പറയുന്നു, എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവർത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശ്യൻ ആരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാത്തവണ്ണം അധികമാകുന്നു. ദൈവത്തിൻ്റെ വിചാരങ്ങൾ ഉന്നതം ആണ്. അതോടൊപ്പം തന്നെ ഇത് സങ്കീർത്തനക്കാരൻ പറയുന്നു, അവ എണ്ണിക്കൂടാത്തവണ്ണം അധികമാണ്. നമുക്ക് എണ്ണാൻ കഴിയുന്നതിലും അപ്പുറം അനേക പദ്ധതികൾ നമ്മെക്കുറിച്ച് ദൈവത്തിനുണ്ട്. പ്ലാൻ എ, പ്ലാൻ ബി എന്ന് മനുഷ്യൻ പറയുന്നതിനെക്കാട്ടിലുപരി നമ്മെക്കുറിച്ച് ഏറ്റവും നല്ല പദ്ധതികൾ ഉണ്ടാക്കിയ ഒരു ദൈവത്തെ അത്രേ നാം വിളിച്ചപേക്ഷിക്കുന്നത്. വീണ്ടും 92-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, മൂഢൻ അതറിയുന്നില്ല, മൃഗപ്രായനായ മനുഷ്യൻ അത് ഗ്രഹിക്കുന്നില്ല. കർത്താവേ, നിൻ്റെ പ്രവൃത്തികൾ വലിയവയ, നിൻ്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. ഉന്നതമായ വിചാരമുള്ളവൻ, എണ്ണിക്കൂടാത്ത വിചാരമുള്ളവൻ, അഗാധമായ വിചാരമുള്ളവൻ, അവൻ അത്രേ നമ്മുടെ കർത്താവ്. ഇന്ന് പകൽക്കാലവും നാം യേശുവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, നാം യേശുവിൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഉന്നതമായ പദ്ധതി അത്രേ. ഹല്ലേലൂയ. ശ്രേഷ്ഠകരമായ പദ്ധതി അത്രേ. നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ക്രൂശിൽ കിടന്നുകൊണ്ടും അവൻ നമുക്ക് വേണ്ടിയ ആ ക്രൂശിനെ സഹിച്ചത്. ക്രൂശിൽ കിടന്നുകൊണ്ട് അവൻ സഹിച്ച വേദന നമ്മുടെ പാപത്തെ പരിഹരിക്കാൻ വേണ്ടി അത്രേ. ക്രൂശിൽ കിടന്നുകൊണ്ട് മനുഷ്യരുടെ നിന്ദയേറ്റത് അവൻ നമ്മെ കണ്ടുകൊണ്ട് നമ്മെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ നമ്മെ മാനിക്കാൻ വേണ്ടി അത്രേ. നമുക്ക് വിരോധമായി സംസാരിക്കുന്നവരുടെ മുമ്പിൽ നമ്മെ മാനിക്കാൻ വേണ്ടി അത്രേ. ഇന്ന് പകൽക്കാലവും പ്രവാചകനായ യെശയ്യാവ്
പറയുന്നത് നമുക്കും ഏറ്റുപറയാം. കർത്താവേ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ഹല്ലേലൂയ, നിൻ്റെ വഴികൾ ഞങ്ങളുടെ വഴികളിലും ഉന്നതമാ, നിൻ്റെ വിചാരങ്ങൾ ഞങ്ങളുടെ വിചാരങ്ങളിലും ഉന്നതമാ. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ എൻ്റെ കർത്താവ് എന്നെക്കുറിച്ച് വിചാരിക്കുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങൾ ആരുമായിക്കോട്ടെ, ഏത് വ്യക്തിയുമായിക്കോട്ടെ, ഏത് സ്ഥലത്തുമായിക്കോട്ടെ, നിങ്ങളുടെ പേരൊന്ന് ചേർത്തിട്ട് പറയാൻ പറ്റുമോ? ഞാനോ എളിയവനും ദരിദ്രനുമാ. നിങ്ങളുടെ പേര് പറ, നിങ്ങളുടെ അവസ്ഥ പറ, എന്നിട്ട് പറ, എങ്കിലും കർത്താവ് എന്നെക്കുറിച്ച് വിചാരിക്കുന്നു. എന്നെക്കുറിച്ച് വിചാരിക്കുവാൻ, എന്നെക്കുറിച്ച് കണക്ക് കൂട്ടുവാൻ ഒന്നും കാണത്തില്ല, ഒരു ഗുണവും പറയാനില്ല. എന്നിട്ടും പറയണം എന്നെക്കുറിച്ച് ഒരു യോഗ്യതയുമില്ലാത്ത, ഹല്ലേലൂയ, ഒരു ഗുണവും പറയാൻ കഴിയാത്ത എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് വിചാരമുണ്ട്. എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. അതാ നമ്മുടെ ഉറപ്പ്, അതാ നമ്മുടെ ബലം. ഇന്ന് രാവിലെ സമയത്തും ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ഞാനോ എളിയവനും ദരിദ്രനുമാ, എങ്കിലും എൻ്റെ കർത്താവ് എന്നെക്കുറിച്ച് വിചാരിക്കുന്നു. എൻ്റെ കർത്താവ് എന്നെക്കുറിച്ച് പദ്ധതിയുള്ളവൻ. എൻ്റെ കർത്താവ് എൻ്റെ ഭാവിയെക്കുറിച്ച്, എൻ്റെ നിത്യതയെക്കുറിച്ച്, എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച്, എൻ്റെ തലമുറയെക്കുറിച്ച്, എൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ദൈവമാണ്. അവൻ വിശ്വസ്തനായ ദൈവം, അവൻ വാക്കുമാറാത്ത ദൈവം. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.